തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയിടഞ്ഞതിനെ തുടർന്ന് പാപ്പാന് ദാരുണാന്ത്യം. കോട്ടയത്തു നിന്നെത്തിച്ച വാഴ്വാട് കാശിനാഥൻ എന്ന ആനയാണ് തിരുവനന്തപുരം സ്വദേശിയായ രണ്ടാം പാപ്പാൻ ശ്രീകുട്ടനെ ചവിട്ടിക്കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആനയുടെ ചവിട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ശ്രീകുട്ടനെ ഉടൻ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. ഇടഞ്ഞ ആന സമീപത്തെ ഷെഡുകളും തകർത്തു. തകർന്ന ഷെഡ് താഴേക്ക് പതിച്ച് ഒന്നാം പാപ്പാൻ അമലിനും കൈക്ക് പരിക്കേറ്റു. പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിലും ഇതേ ആന ഇടഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ ദേവസ്വം ആനപ്പറമ്പായ കുട്ടിയാലക്കലിൽ പാപ്പാന്മാർ ചേർന്ന് കൊമ്പനെ എത്തിച്ചെങ്കിലും ഉച്ചയോടെ വീണ്ടും ഇടയുകയായിരുന്നു. ഒന്നാം പാപ്പാൻ അമൽ ഈ സമയത്ത് ആനയ്ക്ക് സമീപം ഉറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും പുറത്തുനിന്ന ശ്രീകുട്ടന് നേരെ ആന പാഞ്ഞെടുക്കുകയായിരുന്നു. അക്രമാസക്തനായ ആനയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണുപോയ ഇയാളുടെ ശരീരത്തിൽ ആന ചവിട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അവർ ഇന്ന് കാലത്ത് കൊണ്ടുപോകുന്ന പറഞ്ഞിരുന്ന ആനയാണ്. പക്ഷെ കാലത്ത് അവർ ഇവിടെ കെട്ടിയിട്ട് അവർ ആനയെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് അവിടെ കെട്ടി. അതിനടുത്ത് ഒന്നാം പാപ്പൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. രണ്ടാം പാപ്പൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആനയുടെ അടുത്ത് വന്നപ്പോൾ ആന രണ്ടാം പാപ്പനെ പിടിക്കുകയും ചെയ്തത്. രണ്ടാം പാപ്പനെ പിടിച്ച് ആന ചവിട്ടി കൂട്ടുകയും ആന നിന്നിരുന്ന താൽക്കാലിക ഷെഡ് തകിട്ടുകൊണ്ടിട്ടിരുന്ന താൽക്കാലിക ഷെഡ് മറിഞ്ഞു വീണു. ആനയുടെ പുറത്തേക്ക് വീണു. ഒന്നാം പാപ്പൻ്റെ ഉറങ്ങി കിടന്നിരുന്ന ഒന്നാം പാപ്പൻ്റെ മേലേക്ക് തകിട്ട് വീണിട്ട് മുറിവ് പറ്റി ചെയ്തത്. രണ്ടാം പാപ്പനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ശ്രീകുട്ടൻ എന്നാണ് പേര്. 25 വയസ്സാണ് ഉള്ളത്. സംഭവത്തിന് പിന്നാലെ എലിഫന്റ് സ്ക്വാഡും മറ്റ് പാപ്പാന്മാരും ചേർന്ന് ആനയെ തളച്ച് ലോറിയിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അമൃത ന്യൂസ്, തൃശൂർ.